ജ്യോതിഷശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തേതാണ് അശ്വതി. മേടം രാശിയുടെ തുടക്കം കുറിക്കുന്ന ഈ നക്ഷത്രം അശ്വിനി കുമാരന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേവവൈദ്യന്മാരായ അശ്വിനി കുമാരന്മാർ വേഗതയുടെയും ആരോഗ്യത്തിന്റെയും പുനരുജ്ജീവനത്തിന്റെയും പ്രതീകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ സ്വഭാവേനെ അത്യന്തം വേഗതയുള്ളവരും ഏത് കാര്യത്തിലും ആദ്യമെത്താൻ ആഗ്രഹിക്കുന്നവരും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ മടിയില്ലാത്തവരുമാണ്. 2026 ഏപ്രിൽ മാസം ഇത്തരത്തിലുള്ള നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾക്ക് ഏറ്റവും വലിയ വേദിയൊരുക്കുന്ന ഒരു കാലഘട്ടമാണ്. 2026 എന്ന വർഷം ലോകം പുതിയ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഏപ്രിൽ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു പുനരുജ്ജീവനത്തിന്റെ കാലഘട്ടമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച തടസ്സങ്ങൾക്കും മന്ദതയ്ക്കും വിരാമം ഇട്ടുകൊണ്ട് പുതിയൊരു ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവഹിക്കുന്ന മാസമാണിത്. സൂര്യൻ തന്റെ ഉച്ചസ്ഥിതിയിലേക്ക് എത്തുന്ന ഈ മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ സ്വത്വബോധം വീണ്ടെടുക്കാൻ സാധിക്കും. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും തിരിച്ചറിയുന്ന ഒരു സുപ്രധാന ഘട്ടമാണിത്. വിഷു എന്നത് വെളിച്ചത്തിന്റെ ആഘോഷമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 വിഷു കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് നിങ്ങളുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും വരാനിരിക്കുന്ന വലിയൊരു പരിവർത്തനത്തിന്റെ സൂചനയാണ്. ഈ മാസത്തിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചൂട് കൂടുന്നതും മേടമാസത്തിലെ തെളിച്ചമുള്ള ആകാശവും നിങ്ങളുടെ മാനസികാവസ്ഥയിലും പ്രതിഫലിക്കും. ഒരുതരം ആവേശവും എന്തും നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസവും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കും. എന്നാൽ ഈ ആവേശം അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ മാസത്തെ പ്രധാന പാഠം. അശ്വതി നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ്. ആത്മീയതയുടെയും മോക്ഷത്തിന്റെയും ഗ്രഹമായ കേതു ഭൗതികമായ നേട്ടങ്ങൾക്കിടയിലും നിങ്ങളെ ആന്തരികമായ ഒരു അന്വേഷണത്തിന് പ്രേരിപ്പിക്കും. 2026 ഏപ്രിലിൽ നിങ്ങൾ പുറമെ വലിയ വിജയങ്ങൾ നേടുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ജീവിതത്തിന്റെ അർത്ഥങ്ങളെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കും. ഈ ആത്മീയ ബോധം നിങ്ങളെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. അശ്വതി നക്ഷത്രക്കാർ സാധാരണയായി എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. എന്നാൽ 2026 ഏപ്രിലിലെ പ്രത്യേക സാഹചര്യം നിങ്ങളെ കുറച്ചുകൂടി വിവേകപൂർവ്വം ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. കരിയറിലെ മാറ്റങ്ങൾ, സാമ്പത്തികമായ ഉയർച്ച താഴ്ചകൾ, കുടുംബ ബന്ധങ്ങളിലെ പുതിയ സമവാക്യങ്ങൾ എന്നിവയെല്ലാം ഈ മാസം നിങ്ങളെ തേടിയെത്തും. 2026 ആദ്യ പാദം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് കൃത്യമായ ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്കും പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്കും ഈ മാസം നിർണായകമായ വഴിത്തിരിവുകൾ നൽകും. ചുരുക്കത്തിൽ 2026 ഏപ്രിൽ എന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മപഥത്തിൽ പുതിയ വിത്തിടാനുള്ള കാലമാണ്. വിഷുക്കണി കാണുന്നത് പോലെ തെളിച്ചമുള്ള ഒരു ഭാവിയിലേക്ക് നിങ്ങൾ കണ്ണു തുറക്കുന്ന മാസമാണിത്. ഈ മാസത്തെ ഓരോ ദിവസവും ജാഗ്രതയോടെയും പ്രാർത്ഥനയോടെയും സമീപിച്ചാൽ വരാനിരിക്കുന്ന വിഷുവർഷം മുഴുവൻ നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാക്കി മാറ്റാൻ സാധിക്കും. അശ്വതി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ 2026 ഏപ്രിൽ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും മാസത്തിന്റെ രണ്ടാം പകുതി മുതൽ വലിയ പുരോഗതി പ്രതീക്ഷിക്കാം. സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് മാസത്തിന്റെ ആദ്യ പകുതി അമിതമായ ജോലിഭാരം അനുഭവപ്പെടാം. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദം നിങ്ങളെ മാനസികമായി തളർത്തിയേക്കാം. എന്നാൽ ഏപ്രിൽ 14 ശേഷം സ്ഥിതിഗതികളിൽ മാറ്റം വരും. നിങ്ങളുടെ കഠിനാധ്വാനം അംഗീകരിക്കപ്പെടുകയും സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ തെളിയുകയും ചെയ്യും. വിദേശത്തോ സ്വദേശത്തോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. പ്രത്യേകിച്ച് IT, മെഡിക്കൽ, പോലീസ്, ഡിഫൻസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം പുതിയ കരാറുകൾ ഒപ്പിടാൻ സാധിക്കും. പുതിയ പങ്കാളിത്തങ്ങൾ ആരംഭിക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ മാസത്തിന്റെ പകുതിക്ക് ശേഷം തീരുമാനമെടുക്കുന്നതാണ് ഉചിതം. വിപണിയിലെ മത്സരങ്ങളെ അതിജീവിക്കാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. യാത്രാരേഖകൾ ശരിയാക്കുന്നതിനും വിദേശത്ത് സ്ഥിരതാമസമാക്കുന്നതിനും ഈ മാസം വഴിതെളിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അത്യന്തം ജാഗ്രത പാലിക്കേണ്ട മാസമാണിത്. പണം വരാനുള്ള വഴികൾ തെളിയുമെങ്കിലും അപ്രതീക്ഷിതമായ ചെലവുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. മുൻകാലങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകും. കുടുംബസ്വത്ത് അനുഭവയോഗ്യമാകും. കുടിശ്ശികയായി കിടന്ന തുകകൾ അപ്രതീക്ഷിതമായി കൈവശം വന്നു ചേരും. വീട് അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി വലിയൊരു തുക ചെലവാകാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കണം. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധരുടെ ഉപദേശം തേടണം. ഈ മാസം ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരാൻ നേരിയ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. പഴയ കടങ്ങൾ വീട്ടി തീർക്കാൻ സാധിക്കുമെന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. പുതിയ വായ്പകൾ എടുക്കുന്നതിന് മുൻപ് കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന കാലയളവാണിത്. ചില ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. ദമ്പതികൾക്കിടയിൽ പരസ്പര ധാരണ വർദ്ധിക്കും. പങ്കാളിയുടെ വിജയത്തിൽ നിങ്ങൾ അഭിമാനിക്കും. ചെറിയ യാത്രകൾ ദാമ്പത്യ ജീവിതത്തിലെ അടുപ്പം വർദ്ധിക്കും.
മാസത്തിന്റെ മധ്യത്തോടെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ മാസമാണിത്. വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കാൻ അനുയോജ്യമായ സമയമാണിത്. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം ഉറപ്പിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. മക്കളുടെ പഠനത്തിലോ കരിയറിലോ വലിയ പുരോഗതി ഉണ്ടാകും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ വിരുന്നുകാർ വരാനോ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഒത്തൊരുമയോടെ മുന്നോട്ടു പോകും. അശ്വതി നക്ഷത്രക്കാരുടെ ആരോഗ്യകാര്യത്തിൽ 2026 ഏപ്രിൽ മാസം അല്പം ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടായേക്കാം. ചൂട് വർദ്ധിക്കുന്നതിനാൽ നിർജ്ജലീകരണം, ചർമ്മരോഗങ്ങൾ എന്നിവ വരാതെ നോക്കണം. തലവേദന തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. അമിതമായ ചിന്തകൾ മൂലം ഉറക്കക്കുറവ് അനുഭവപ്പെടാം. മനസ്സിനെ നിയന്ത്രിക്കാൻ യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് നല്ലതാണ്. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യും. അശ്വതി നക്ഷത്രക്കാരുടെ പ്രധാന ദോഷം പെട്ടെന്നുള്ള ദേഷ്യമാണ്. ഇത് തൊഴിലിടത്തിലും കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കുക. പുതിയ സംരംഭങ്ങളിലോ നിക്ഷേപങ്ങളിലോ എടുത്തുചാടി തീരുമാനമെടുക്കരുത്. എല്ലാ വശങ്ങളും പഠിച്ച ശേഷം മാത്രം മുന്നോട്ടു പോവുക. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. നിയമപരമായ പ്രശ്നങ്ങളിൽ പെടാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുക. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഈ വർഷത്തെ വിഷുക്കണി കാണുന്നതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ നക്ഷത്രത്തിൽ സൂര്യൻ ഉച്ചനാകുന്ന സമയമായതിനാൽ ആത്മീയമായ ഉണർവ് ഈ വർഷം മുഴുവൻ നിലനിൽക്കും. വിഷു കൈനീട്ടത്തിലൂടെ ലഭിക്കുന്ന ഭാഗ്യം വർഷം മുഴുവൻ സാമ്പത്തിക ഭദ്രത നൽകും. വർഷങ്ങളായി ആലോചിക്കുന്ന ഒരു കാര്യം പ്രായോഗികമാക്കാൻ ഈ വിഷുക്കാലം നിങ്ങളെ സഹായിക്കും. പുതിയ വാഹനം വാങ്ങാനോ ഗൃഹപ്രവേശനത്തിനോ ഈ സമയം അനുയോജ്യമാണ്. ദോഷങ്ങൾ അകറ്റാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. മാസത്തിന്റെ ആദ്യവാരം ഒരു ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. അശ്വതിയുടെ അധിപൻ കേതു ആയതിനാൽ ഗണപതി ഭജനം വളരെ പ്രധാനമാണ്. ഗണപതി മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകമോ പനിനീർ അഭിഷേകമോ നടത്തുന്നത് മനസ്സിന് ധൈര്യവും ശരീരത്തിന് ആരോഗ്യവും നൽകും. ശനിയാഴ്ച ദിവസങ്ങളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുകയോ വസ്ത്രം നൽകുകയോ ചെയ്യുന്നത് ഗുണകരമാണ്. ഈ മാസം ചുവപ്പ്, വെള്ള എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോസിറ്റീവ് എനർജി നൽകും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിനായി വിദേശ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായ വിധി ലഭിക്കും. പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. കലാകാരന്മാർക്കും എഴുത്തുകാർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്ന മാസമാണിത്. നിങ്ങളുടെ സർഗാത്മകത ലോകം അംഗീകരിക്കും. ഏപ്രിൽ 4, 5, 14, 15, 22, 23, 30 തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പൊതുവെ അനുകൂലമായി കാണുന്നു. ഏപ്രിൽ 8, 9, 17, 18 തുടങ്ങിയ ദിവസങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ ഒഴിവാക്കുക. വാദപ്രതിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അശ്വതി നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം ഭാഗ്യവും വെല്ലുവിളികളും നിറഞ്ഞതാണ്. എങ്കിലും നിങ്ങളുടെ സ്വതസിദ്ധമായ വേഗതയും ബുദ്ധിശക്തിയും ഉപയോഗിച്ചാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സൂര്യന്റെ അനുഗ്രഹം നിങ്ങളുടെ രാശിയിലുള്ളതിനാൽ നിങ്ങളുടെ തേജസ്സും സ്വാധീന ശക്തിയും വർദ്ധിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ പ്രവചനം പൊതുവായ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാസന്ധികൾ അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരാം.